ആലുവ മണപ്പുറത്ത് നിന്ന് സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ ഒരു അവസരത്തിൽ ആലുവ അടക്കമുള്ള ക്ഷേത്ര പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആലുവ മണപ്പുറത്ത് ഇപ്പോൾ എങ്ങനെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്? നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര മണിവരെ ബലിതർപ്പണം അവിടെ തുടരും? ഇത് തടസ്സമുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ ചെളിയും ജലനിരപ്പ് ഉയർന്നതും അതോടൊപ്പം തന്നെ ചെളി അടിഞ്ഞിരിക്കുന്നതുമാണ് അത്തരം ഒരു സാഹചര്യത്തിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ബലിതർപ്പണം നടത്തുന്നതിനായി ഭക്തർക്കാർക്കും തന്നെ പുഴയിലിറങ്ങി കുളിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ വേണ്ട മറ്റ് ബലിതർപ്പണം നടത്തി അത് നിമജ്ജനം ചെയ്യുന്നതിനും പുഴയിലേക്ക് അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സമീപത്ത് തന്നെ വെച്ച് അവിടെ കാക്കകൾ ഇത് ഭക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം പറയാവുന്നത് പുലർച്ചെ മുതൽ തന്നെ 12 മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു എങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ വാവിന്റെ സമയം പുലർച്ചെ 4:30യോടെയാണ് ആരംഭിച്ചത്. അന്നേരം മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നാളെ രാവിലെ വരെയും ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് ഇവിടെ സൗകര്യവും ഉണ്ടാവും. 45 ബലിപ്പുരകളാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ 100-ലധികം പുരോഹിതർ ബലി കർമ്മങ്ങൾ ചെയ്യിക്കുന്നതിനായും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിനോട് ചേർന്ന ശിവക്ഷേത്രം അവിടെ ചെളികൾ കയറി ആറാട്ട് പെരിയാർ കരകവിഞ്ഞ് കയറി ആറാട്ട് നടന്ന് അതിനുശേഷം ഇന്ന് അവിടുത്തെ ചെളിയും മറ്റും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂലത്തെ ക്ഷേത്രത്തിലാണ് പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ നടക്കുന്നു. അത്തരത്തിൽ അവിടെ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ പിതൃപൂജയും തിലകവനവും മറ്റും നടത്തി പിതൃമോക്ഷത്തിനായുള്ള പ്രാർത്ഥനയിലാണ് ഓരോ ഭക്തരും ഇവിടെ ബലി തർപ്പണം നടത്തി കഴിഞ്ഞാൽ മടങ്ങുന്നത്. അത്തരത്തിൽ ആ പൂജകൾ കൂടി നടത്തി മടങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ആ രീതിയിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ്, ഭക്തജന പങ്കാളിത്തം തന്നെയാണ് ഇവിടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കുള്ള ഗതാഗത സംവിധാനത്തിലും വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതും സുരക്ഷയുടെ കൂടി ഭാഗമായിട്ടാണ്. കൊട്ടാരപ്പാലത്തിൽ നിന്നും പെരിയാറിന് കുറുകെയുള്ള നടപ്പാലത്തിലൂടെ ഇവിടേക്ക് ഭക്തർക്ക് എത്തുന്നതിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവർ തോട്ടയ്ക്കാട്ടുകരയിലെ പറവൂർ കവലയിൽ നിന്നോ തിരിഞ്ഞു വേണം ഇവിടേക്ക് വരാൻ. ആ രീതിയിലാണ് ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ഇത്രയും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഭക്തിയോടെ ആലുവ മണപ്പുറത്തെത്തി മഹാദേവനെയും വണങ്ങി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങുന്ന ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് സമാനമായി തന്നെ മധ്യകേരളത്തിൽ വരുമ്പോൾ തൃക്കുന്നപ്പുഴയും അതോടൊപ്പം തന്നെ ജലാമറ്റത്തും എല്ലാം തന്നെ വലിയ രീതിയിൽ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ രീതിയിൽ നാട് ഒന്നാകെ തന്നെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവരുടെ മോക്ഷപ്രാപ്തിക്കും മറ്റുമായുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന്റെ ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും. രോഹിണി. ശരി സുധീഷ്, പ്രധാനപ്പെട്ട ബലിതർപ്പണ കടവുകളിൽ നിന്ന് ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.